വെറുമൊരു അക്കൗണ്ട് ക്ലോസിംഗ് റിക്വസ്റ്റ്. പുറത്തു വന്നതോ 590 കോടിയുടെ ഞെട്ടിക്കുന്ന ബാങ്ക് തട്ടിപ്പ്. ഹരിയാന സർക്കാരിന്റെ കോടികളാണ് IDFC ഫസ്റ്റ് ബാങ്കിൽ നിന്ന് അപ്രത്യക്ഷമായത്. എങ്ങനെയാണ് ഈ വൻ തട്ടിപ്പ് നടന്നതെന്ന് നോക്കാം. ഹരിയാന സർക്കാർ വകുപ്പ് തങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പണം മാറ്റാൻ ബാങ്കിനോട് ആവശ്യപ്പെട്ടിടത്തു നിന്നാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. സർക്കാർ രേഖകളിലെ തുകയും ബാങ്ക് സിസ്റ്റത്തിലെ ബാലൻസും തമ്മിൽ വലിയ പൊരുത്തക്കേട് തിരിച്ചറിയുന്നു. ഫെബ്രുവരി 18 മുതൽ കൂടുതൽ സർക്കാർ സ്ഥാപനങ്ങൾ ഇതേ പരാതിയുമായി എത്തിയതോടെയാണ് 590 കോടിയുടെ അഴിമതി പുറത്തായത്. ഓരോ സ്ഥാപനവും അവകാശപ്പെട്ട ബാലൻസ് തുക ബാങ്കിന്റെ സിസ്റ്റത്തിൽ കാണിക്കുന്ന തുകയേക്കാൾ കൂടുതലായിരുന്നു. അഴിമതിക്ക് കൂട്ടുനിന്ന 4 ജീവനക്കാരെ ഉടനടി ബാങ്ക് സസ്പെൻഡ് ചെയ്തു. റിസർവ് ബാങ്കിനും അന്വേഷണ ഏജൻസികൾക്കും തട്ടിപ്പ് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ തട്ടിപ്പ് വാർത്ത പുറത്തുവന്നതോടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബാങ്കിന്റെ ഓഹരി മൂല്യം ഇടിഞ്ഞു. തട്ടിപ്പിന്റെ ആഴമറിയാൻ അന്താരാഷ്ട്ര സ്ഥാപനമായ KPMGയെ ഫോറൻസിക് ഓഡിറ്റിംഗിനായി ചുമതലപ്പെടുത്തി. ബാങ്ക് ജീവനക്കാരും പുറത്തുള്ളവരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ക്രമക്കേടിന് പിന്നിലെന്ന് ബാങ്ക് മാനേജ്മെന്റ് അനലിസ്റ്റുകളുമായുള്ള ചർച്ചയിൽ വ്യക്തമാക്കി. നിലവിൽ പണം മാറ്റിയ മറ്റ് അക്കൗണ്ടുകൾ കണ്ടെത്തി മരവിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സാധാരണക്കാരായ ഉപഭോക്താക്കൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. ഹരിയാന സർക്കാരിന്റെ അക്കൗണ്ടുകളിൽ മാത്രമാണ് നിലവിൽ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. എങ്കിലും ബാങ്ക് ജീവനക്കാരും പുറത്തുള്ളവരും ചേർന്നുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ബാങ്കിംഗ് മേഖലയെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്.